നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ജനുവരി 22 വ്യാഴാഴ്ചയാണ്, മകരം 8. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യം തേടി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസു നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നാൾ കസ്റ്റഡിയിൽ വയ്ക്കേണ്ടതില്ലെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് വാസുവിന്റെ വാദം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് നിയമസഭയിൽ തുടക്കമാകും. നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം ടി പി രാമകൃഷ്ണൻ അവതരിപ്പിക്കും. തുടർന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കും. ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിലെ പ്രതി ഷിംജിത മുസ്തഫ ഇന്ന് ജാമ്യ ഹർജി നൽകിയേക്കും. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ജാമ്യ ഹർജി നൽകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. റിമാൻഡിലായ ഷിംജിത മഞ്ചേരി ജയിലിൽ. ഷിംജിതയ്ക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസന്വേഷണത്തിന്റെ ഇതുവരെയുള്ള പുരോഗതി സംബന്ധിച്ച കേസ് ഡയറി പോലീസ് സംഘം ഇന്നലെ പ്രോസിക്യൂട്ടർക്ക് കൈമാറിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയലക്ഷ്യ ഹർജികൾ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് നൽകിയ ഹർജികളാണ് കോടതി പരിഗണിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൌലൂസ്, ചില മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവർക്കെതിരെയാണ് കോടതിയലക്ഷ്യ ഹർജി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അധ്യാപനം ബഹിഷ്കരിക്കുമെന്ന് സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGMCTA. നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്ന NDAയും ഘടകകക്ഷികളുമായുള്ള BJPയുടെ പ്രാഥമിക സീറ്റ് വിഭജന ചർച്ച ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. BDJS 40 സീറ്റുകൾ ആവശ്യപ്പെടും. കണ്ണൂർ തയ്യിലിൽ പിഞ്ചുകുഞ്ഞിനെ കടലിൽ എറിഞ്ഞുകൊന്ന കേസിൽ ശിക്ഷാവിധി ഇന്ന്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി 1-ാം പ്രതിയും കുഞ്ഞിന്റെ അമ്മയുമായ ശരണ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരുന്നു. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ 2-ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതാണ് പുതുക്കിയ പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തെത്തും. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് മോദിയുടെ സന്ദർശനം. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി മേയർ VV രാജേഷിന് കൈമാറും. ഗ്രീൻലാൻഡിന് പിന്നാലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടുന്ന ചാഗോസ് ദ്വീപുകൾ ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നു. ചാഗോസ് ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള ബ്രിട്ടന്റെ തീരുമാനം വിഡ്ഢിത്തമാണെന്ന് ട്രംപ്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. കോഴിക്കോട് വടകര താലൂക്കിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിലെ പ്രതിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് താലൂക്കിൽ സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ റീഹാബിലിറ്റേഷന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റവർക്കാണ് മെഡിക്കൽ ക്യാമ്പ്. ആസ്റ്റർ മെഡിസിറ്റി, അമൃത ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പ് ഈ മാസം 24-ന്. കൊച്ചിയിൽ കോസ്റ്റൽ സ്റ്റാർ മെഴ്സിഡീസ് ബെൻസ് ഡ്രീം ഡേയ്സ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. കിൻഫ്ര ഇൻഫോപാർക്ക് ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ബ്രാൻഡിന്റെ സുരക്ഷ, പ്രകടനം, ലക്ഷറി എന്നിവ വിളിച്ചോതുന്നതായിരുന്നു ഫെസ്റ്റിവൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന സമരച്ചങ്ങല ഇന്ന് വൈകിട്ട് 3 മണിക്ക് ലോക് ഭവൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെയാണ് സമരച്ചങ്ങല. ആദിവാസി ബാലികയ്ക്ക് ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നിയമ നടപടികളും തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ്. വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയുമായി മുനിസിപ്പൽ കൌൺസിലർ. കോട്ടക്കൽ നഗരസഭയിലെ 13-ാം വാർഡ് കൌൺസിലറാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കുടുംബശ്രീയുമായി സഹകരിച്ചാണ് സ്കിൽ റൈസ് എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. വനിതാ സെൽ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ മുഖഛായ മാറ്റുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി ആന്റണി എം പി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച 12 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. നവീകരിച്ച സ്റ്റേഷന്റെ ഉദ്ഘാടനം അടുത്ത മാസം. വല്ലാർപാടം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക യോഗവും യാത്രയയപ്പ് ചടങ്ങും സംഘടിപ്പിച്ചു. എറണാകുളം എം പി ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് അധ്യക്ഷനായി. എറണാകുളം ചാത്യാത്ത് സെയിന്റ് ജോസഫ്സ് ഹൈസ്കൂളിന്റെ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ കൊറ്റിയത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. കാരിത്താസ് ഇന്ത്യയുടെ സേഫ് വിത്തിൻ പദ്ധതിയുടെ ഭാഗമായി ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. നിരവധി പേർ പങ്കെടുത്തു. SDPI യുവജന സംഘടനയ്ക്ക് രൂപം നൽകി. യങ് ഡെമോക്രാറ്റ്സ് എന്ന പേരിലാണ് യുവജന സംഘടന ആരംഭിച്ചത്. കർണാടകയിലെ മംഗളൂരുവിൽ നടന്ന ദേശീയ പ്രതിനിധി സഭയിലാണ് യുവജന സംഘടനയുടെ പ്രഖ്യാപനം. തൃശൂർ പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ ഉത്തരംവെപ്പ് ചടങ്ങ് അടുത്ത മാസം 1 ഞായറാഴ്ച രാവിലെ 7:50-നും 9:00-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ നടക്കും. 1.5 കോടി രൂപ ചെലവാക്കിയാണ് ശ്രീകോവിൽ പുതുക്കി പണിയുന്നത്. തൃശൂർ എറവ് സെയിന്റ് ജോസഫ്സ് EMSലെ 47ാം വാർഷികാഘോഷങ്ങൾ നടത്തി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ ശരത് കൃഷ്ണയും ഗീതാ രാമചന്ദ്രനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡോക്ടർ റോയ് ജോസഫ് വടക്കൻ അധ്യക്ഷനായി. ഇനി പ്രധാന അറിയിപ്പുകളാണ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ എറണാകുളം ജില്ലാ സമ്മേളനം ഇന്ന് പത്തടിപ്പാലം PWD റെസ്റ്റ് ഹൌസിൽ നടക്കും. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ചെങ്കിലാത്ത ഗവൺമെന്റ് LP സ്കൂളിൽ LP ST വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി 23-ന് രാവിലെ 10:30-ക്ക് സ്കൂളിൽ അഭിമുഖത്തിനെത്തണം. പാലക്കാട് അകത്തേത്തറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡോക്ടറെ നിയമിക്കുന്നു. TCMC രജിസ്ട്രേഷനോടുകൂടി MBBS ആണ് അടിസ്ഥാന യോഗ്യത. അഭിമുഖം ഈ മാസം 27-ന്. തൃശൂർ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 3 വർഷത്തെ പരിശീലനത്തിനായി കമേഴ്സ്യൽ അപ്രന്റീസിനെ നിയമിക്കുന്നു. അവസാന തീയതി ഈ മാസം 28. കെൽട്രോണിന്റെ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ്, വെബ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. അവസാന തീയതി ഈ മാസം 31. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിൽ ഗവൺമെന്റ് ITIകളിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 28-ന്. കോന്നി താലൂക്ക് ആശുപത്രി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ രജിസ്ട്രേഡ് പാലിയേറ്റീവ് യൂണിറ്റുകളിൽ നിന്ന് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 28-ന്. പത്തനംതിട്ട കുന്നന്താനം അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷത്തെ പ്രവൃത്തി പരിചയവും 35 വയസ്സിൽ താഴെയുള്ള ബിരുദധാരികളുമായവർക്ക് ഈ മാസം 25-ന് മുമ്പ് അപേക്ഷിക്കാം. കടലുണ്ടി വട്ടപ്പറമ്പ് ഫീനിക്സ് കലാ കായിക സാംസ്കാരിക സംഘടനയും ചെസ്മി സ്കൂൾ ഓഫ് ചെസ്സും ചേർന്ന് നടത്തുന്ന സംസ്ഥാനതല ചെസ് ടൂർണമെന്റ് ഫെബ്രുവരി 1-ന് കടലുണ്ടിയിൽ നടക്കും. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മുതിർന്നവർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. മത്സരാർത്ഥികൾ ഈ മാസം 25-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വടകര ജില്ലാ ആശുപത്രിയിൽ താൽക്കാലിക ലാബ് ടെക്നീഷ്യൻ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 28-ന് മുൻപായി hrdvtk@gmail.com എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. ഇനി ദേശീയ വാർത്തകളാണ്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി പാസ്റ്റർ ആൽബിന് ജാമ്യം. മജിസ്ട്രേറ്റ് കോടതിയാണ് പാസ്റ്റർ ആൽബിന് ജാമ്യം അനുവദിച്ചത്. കർണാടകയിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റം ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്ന് ഗവർണർ അറിയിച്ചതോടെ പ്രതിസന്ധി രൂക്ഷം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ 10-അംഗ കമ്മിറ്റി രൂപീകരിച്ച് വിജയിയുടെ തമിഴക വെട്രിക്കഴകം. ജില്ലാടിസ്ഥാനത്തിലും നിയോജകമണ്ഡലാടിസ്ഥാനത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയാണ് കമ്മിറ്റിയുടെ ചുമതല.
ബാനറുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്ത് കർണാടക PCC. ബാനറുകൾ നീക്കം ചെയ്യുന്നതിനിടെ മുനിസിപ്പൽ കമ്മീഷണറെ അധിക്ഷേപിച്ച പരാതിയിലാണ് കോൺഗ്രസ് നേതാവ് രാജീവ് ഗൌഡയ്ക്കെതിരെ നടപടി. ആരവല്ലി മലനിരകളിലെ അനധികൃത ഖനനവും അനുബന്ധ പ്രശ്നങ്ങളും സമഗ്രമായി പരിശോധിക്കാനുള്ള സമിതിയിൽ ഉൾപ്പെടുത്താനുള്ള വിദഗ്ധരുടെ പേരുകൾ നിർദ്ദേശിക്കണമെന്ന് സുപ്രീം കോടതി. കോടതിയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് സമിതി പ്രവർത്തിക്കുക. ഹിമാചലിൽ ടൂറിസം രംഗത്ത് കഴിഞ്ഞ 2 വർഷത്തിനിടെ വൻ വളർച്ചയുണ്ടായെന്ന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു. BJP സർക്കാരിന്റെ കാലത്ത് തകർന്നടിഞ്ഞ ടൂറിസത്തെ കരകയറ്റിയെന്നും സുഖ്വീന്ദർ സിംഗ് സുഖു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ 285 ഏക്കർ മാൻഗ്രോവ് കാടുകൾ തിരിച്ചുപിടിച്ചു വനംവകുപ്പ്. തീരദേശ സംരക്ഷണ പരിപാലന പദ്ധതി പ്രകാരമാണ് നടപടി. തിരുച്ചിറപ്പള്ളിയിലെ സർക്കാർ ലോ കോളേജിൽ മെൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ച്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം. വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് സംബന്ധിച്ച ഹർജിയിലാണ് വിധി. ഡൽഹി വസന്ത് കുഞ്ചിൽ വയോധിക 8ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കെട്ടിടത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മോശം സേവനമാണ് ലഭിച്ചതെന്ന പരാതിയിൽ എയർ ഇന്ത്യയോടെ 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ട് ഡൽഹി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഉയർന്ന തുക ടിക്കറ്റ് നിരക്കായി നൽകിയിട്ടും ഡൽഹി ന്യൂയോർക്ക് വിമാനയാത്രയ്ക്കിടെ അസ്വസ്ഥതയും വിഷമവും നിറഞ്ഞ യാത്രാനുഭവം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിലാണ് നടപടി. സംഭൽ ഷാഹി ജമാ മസ്ജിദ് സർവേക്കിടെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിട്ട ജഡ്ജിയെ സ്ഥലം മാറ്റി. ചന്ദൌസി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വിഭാൻഷു സുധീറിനെയാണ് സുൽത്താൻപൂരിലേക്ക് സിവിൽ ജഡ്ജിയായി സ്ഥലം മാറ്റിയത്. തമിഴ്നാട് ഗവർണർ RN രവിയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സെൽവ പെരുന്തകൈ. നിയമസഭയിൽ നിന്നും ഗവർണർ ഇറങ്ങിപ്പോയത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതെന്നും സെൽവ പെരുന്തകൈ. പശ്ചിമബംഗാളിലെ അധ്യാപക നിയമന അഴിമതി കേസിൽ 57 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ED. തൃണമൂൽ കോൺഗ്രസ് MLA ജിബാൻ കൃഷ്ണ സാഹ, പ്രധാന ഇടനിലക്കാരൻ പ്രസന്നകുമാർ റോയ് എന്നിവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഭോപ്പാലിലെ ഗോവധ കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകും. കശാപ്പ് ശാലയുടെ നടത്തിപ്പുകാരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. VBG റാംജി പദ്ധതിക്കെതിരെ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസാക്കണമെന്ന് CPI. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരികെ കൊണ്ടുവരണമെന്നും CPI തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി M. വീരപാണ്ഡ്യൻ. പരുന്തുകളുടെ കണക്കെടുപ്പിനൊരുങ്ങി തമിഴ്നാട് വനംവകുപ്പ്. ജനുവരി 31, ഫെബ്രുവരി 1 തീയതികളിലാണ് കണക്കെടുപ്പ് നടത്തുക. പരുന്തുകളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നതും ചാകുന്നതും പതിവായ സാഹചര്യത്തിലാണ് കണക്കെടുപ്പ്. നിരായുധീകരണത്തിനും വികസനത്തിനുമുള്ള 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം മൊസാംബിക്കിലെ രാഷ്ട്രീയ നേതാവും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഗ്രാക്ക മാച്ചേലിന്. വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഇനി രാജ്യാന്തര വാർത്തകളാണ്. ഗ്രീൻലാൻഡിനുമേലുള്ള അവകാശവാദം ലോക സാമ്പത്തിക ഫോറത്തിലും ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറ്റൊരു രാജ്യത്തിനും അമേരിക്കയെപ്പോലെ ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കില്ലെന്നും വ്യക്തമാക്കി. ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 2 കുട്ടികളും 3 മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ 11 പേർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിലാണ് സംഭവമെന്നും 6 പേർക്ക് പരിക്കേറ്റതായും ഗസ ആരോഗ്യ മന്ത്രാലയം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപീകരിച്ച സമാധാന ബോർഡിലേക്ക് ഇസ്രയേലും കൈകോർക്കുന്നു. ട്രംപിന്റെ പ്ലാൻ അംഗീകരിക്കുന്നതായും ബോർഡ് ഓഫ് പീസിൽ ഇസ്രയേൽ അംഗമാകുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. കിഴക്കൻ ജെറുസലേമിലെ UN കേന്ദ്രം ഇസ്രയേൽ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കാൻ തുടങ്ങി. നടപടി പലസ്തീന് സഹായം നൽകുന്ന സന്നദ്ധ സംഘടനകൾക്കുമേൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദാവോസ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ നേതാക്കളെ അഭിസംബോധന ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ട്രംപ്. ഡെൻമാർക്ക് നന്ദിയില്ലാത്തവരെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വേൾഡ് ഇക്കണോമിക് ഫോറത്തിലാണ് ട്രംപിന്റെ പ്രതികരണം. 1.5 പതിറ്റാണ്ട് മുൻപ് അടച്ചുപൂട്ടിയിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം പ്രവർത്തന സജ്ജമാക്കാൻ ഒരുങ്ങി ജപ്പാൻ. ഫുകുഷിമ ദുരന്തത്തെ തുടർന്ന് ജപ്പാനിൽ രാജ്യവ്യാപകമായി ആണവ റിയാക്ടറുകൾ അടച്ചുപൂട്ടിയിരുന്നു.
ദുബായിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഏക എയർ ഇന്ത്യ സർവീസ് നിർത്തലാക്കാൻ നീക്കം. എയർ ഇന്ത്യയ്ക്ക് പകരം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനിടപെട്ട് നിർത്തിയെന്ന അവകാശവാദം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. താനിടപെട്ട് ഒഴിവാക്കിയത് ആണവ യുദ്ധമാണെന്നും ട്രംപ് ദാവോസിൽ അവകാശപ്പെട്ടു. സൗദി അറേബ്യയിലെ പള്ളികളിൽ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളിൽ മാറ്റമില്ലെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം. വരാനിരിക്കുന്ന റമദാൻ മാസത്തിലും പുറത്തെ സ്പീക്കറുകൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളത് ബാങ്കിനും ഇഖാമത്തിനും മാത്രം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങി. UAE-യുടെ ദേശീയ റെയിൽവേ ലൈനായ ഇത്തിഹാദ് റെയിൽ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു. ആദ്യ യാത്ര അബുദാബിയിൽ നിന്ന് ദുബായ് വഴി ഫുജൈറയിലേക്ക്. അബുദാബിയിൽ നിന്ന് 50 മിനിറ്റ് കൊണ്ട് ദുബായിലെത്തും. സൗദി അറേബ്യയുടെ ടൂറിസം മേഖലയിൽ വൻ വളർച്ച. കഴിഞ്ഞ വർഷത്തെ അന്തർദേശീയ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 12 കോടി. 2025-ൽ ടൂറിസം മേഖലയിലൂടെ രാജ്യത്തിന് ലഭിച്ച വരുമാനം 300 ബില്യൺ സൗദി റിയാൽ. സൗദിയുടെ വിനോദസഞ്ചാര മേഖലയിൽ സേവന നിലവാരം മെച്ചപ്പെടുത്താൻ പുതിയ നിയമങ്ങൾ പ്രഖ്യാപിച്ച് ടൂറിസം മന്ത്രാലയം. പ്രമുഖ ജാപ്പനീസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളായ സോണി ഗ്രൂപ്പ് കോർപ്പറേഷൻ ഹോം എന്റർടൈൻമെന്റ് ബിസിനസ്സിൽ നിന്ന് പിൻവാങ്ങുന്നു. സോണിയുടെ ഹോം എന്റർടൈൻമെന്റ് വിഭാഗത്തിന്റെ 51% ഓഹരികൾ വിൽക്കും. തുടർച്ചയായി വി-ഗാർഡ് ഓഹരി വാങ്ങിക്കൂട്ടി ICICI പ്രൊഡൻഷ്യൽ. 3 മാസത്തിനിടെ വി-ഗാർഡ് ഇൻഡസ്ട്രീസിന്റെ വലിയ ശതമാനം ഓഹരികളാണ് ICICI പ്രൊഡൻഷ്യലിന്റെ വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ചേർന്ന് വാങ്ങിക്കൂട്ടിയത്. ഫുഡ് ഡെലിവറി ആപ്പ് സൊമാറ്റോയുടെ മാതൃകമ്പനിയായ എറ്റേണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവി രാജിവെച്ച് ദീപീന്ദർ ഗോയൽ. പലചരക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന ബ്ലിങ്കിറ്റിന്റെ CEO ആൽബിന്ദർ ദിൻസ ചുമതല ഏറ്റെടുക്കുമെന്നും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എറ്റേണൽ അറിയിച്ചു. കായിക വാർത്തകൾ. ബ്രസീലിയൻ ക്ലബ്ബ് CR വാസ്കോഡ ഗാമ താരം റയാൻ ഇംഗ്ലീഷ് ക്ലബ്ബ് ബോൺമൌത്തിലേക്ക് ക്ലബ്ബിലെത്തിച്ചത് 35 മില്യൺ യൂറോയ്ക്ക്. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ബ്രസീലിയൻ താരങ്ങളുടെ പട്ടികയിൽ വിനീഷ്യസ് ജൂനിയർ രണ്ടാമത്. ഇന്നലെ മൊണോക്കോയ്ക്കെതിരായ മത്സരത്തിൽ ഗോൾ നേടിയതോടെയാണ് നേട്ടത്തിലെത്തിയത്. നെയ്മറാണ് ഒന്നാമത്. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച T20 11 തെരഞ്ഞെടുത്ത മുൻ താരം സഞ്ജയ് ബംഗാർ. മഹേന്ദ്ര സിംഗ് ധോണിയെ 11-ൽ നിന്ന് ഒഴിവാക്കിയ ബംഗാർ ശുഭ്മാൻ ഗില്ലിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. കോഹ്ലിയാണ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തത്. മലയാളി താരം സഞ്ജു സാംസന്റെ കഥ പറഞ്ഞ് BCCIയുടെ ഔദ്യോഗിക വീഡിയോ ഡീകോഡിംഗ് എ ജേർണി ഫ്രം പ്രോമിസ് ടു പെർഫെക്ഷൻ എന്ന തലവാചകത്തോടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തന്റെ ഇതുവരെയുള്ള ക്രിക്കറ്റ് യാത്രകളുടെ കഥ വിവരിക്കുകയാണ് താരം. ICCയുടെ ഏറ്റവും പുതിയ ഏകദിന റാങ്കിംഗ് പുറത്ത്. 845 പോയിന്റുമായി ന്യൂസിലൻഡിന്റെ ഡാരിൽ മിച്ചലാണ് ഒന്നാമത്. 795 പോയിന്റുമായി വിരാട് കോഹ്ലിയാണ് രണ്ടാമത്. ഇന്ത്യക്കെതിരെയുള്ള പരമ്പരയിലെ മിന്നും പ്രകടനമാണ് മിച്ചലിന് തുണയായത്. 2020 ലോകകപ്പിൽ കളിക്കണമെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഇന്ത്യയിലെത്തണമെന്ന അന്ത്യശാസനവുമായി രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ. ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബംഗ്ലാദേശിന് പകരം ലോകകപ്പിൽ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്താനാണ് തീരുമാനം. വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ICC ബോർഡ് യോഗം 2-നെതിരെ 14 വോട്ടിന് തള്ളി. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന 2020 ലോകകപ്പും ബംഗ്ലാദേശ് ക്രിക്കറ്റുമായി നിലനിൽക്കുന്ന വിവാദങ്ങളിലും പ്രതികരിച്ച് ബംഗ്ലാദേശ് താരം നജ്മൻ ഹുസൈൻ ഷാൻഡോ. ക്രിക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ ഓഫ് ബംഗ്ലാദേശുമായി ഒരു ഔദ്യോഗിക മീറ്റിംഗും നടന്നിട്ടില്ലെന്നും താരങ്ങൾക്ക് ലോകകപ്പിൽ കളിക്കാനാണ് ആഗ്രഹമെന്നും നജ്മൻ ഹുസൈൻ ഷാൻഡോ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. രാവിലെ 9-ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബാണ് എതിരാളികൾ. അസമിലാണ് മത്സരം. ഷഫീഖ് ഹസൻ പരിശീലിപ്പിക്കുന്ന ടീമിന്റെ ക്യാപ്റ്റൻ G സഞ്ജു ആണ്. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പുകളായ കേരളം 8ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇത്തവണ സന്തോഷ് ട്രോഫിക്ക് എത്തിയിരിക്കുന്നത്. നിവിൻ പോളി ചിത്രം ബേബി ഗേളിന്റെ ബുക്കിംഗ് ആരംഭിച്ചു. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അരുൺ വർമ്മയാണ്. നാളെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രം പ്രകമ്പനം ഈ മാസം 30-ന് തിയേറ്ററുകളിലെത്തും. നവരസ ഫിലിംസും കാർത്തിക് സുബരാജിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ സ്റ്റോൺ ബെഞ്ച് സ്റ്റുഡിയോയും ഒരുമിച്ചാണ് പ്രകമ്പനം അവതരിപ്പിക്കുന്നത്. വിജേഷ് പാണത്തൂരാണ് സംവിധാനം. രൺവീർ സിംഗ് ചിത്രം ധുരന്തർ OTT-യിലേക്ക് ഈ മാസം 30 മുതൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. നായികാ പ്രാധാന്യമുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്ക് പണം മുടക്കാൻ നിർമ്മാതാക്കൾക്ക് മടിയുണ്ടെന്ന് നടി മാളവിക മോഹനൻ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമേയുള്ളൂ. കണ്ടന്റിൽ നിർമ്മാതാക്കൾ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് ലോക ചാപ്റ്റർ 1 യാഥാർത്ഥ്യമായതെന്നും മാളവിക മോഹനൻ.
ക്രൈം ഡ്രാമ ജോണറിൽ ജീതു ജോസഫ് ഒരുക്കുന്ന ബിജു മേനോൻ ജോജു ജോർജ് ചിത്രം വലതുവശത്തെ കള്ളനിലെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രം ജനുവരി 30 തിയേറ്ററുകളിലെത്തും. ഫാക്ട് ചെക്ക്. നിക്കോളാസ് മഡൂറോയുടെ ഭാര്യയെ US കോടതിയിൽ ഹാജരാക്കിയപ്പോഴെന്ന തരത്തിൽ ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിൽ സീലിയയുടെ മുഖത്ത് പരിക്കുകൾ കാണാം. എന്നാൽ പ്രചരിക്കുന്ന ചിത്രം AI നിർമ്മിതമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. ഗ്രീൻലൻഡിനെ അമേരിക്ക ഏറ്റെടുക്കുന്നതിനെ എതിർത്ത 8 രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്തുമെന്ന ഭീഷണിയിൽ നിന്നും പിന്മാറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നീക്കം നേറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജറാദ് കുഷ്ണർ എന്നിവർ മോസ്കോ സന്ദർശിക്കും. ഇരുവരും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തും. നീക്കം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് മുന്നോട്ടുവച്ച പദ്ധതിയിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി. ഉന്മൂലന ഭീഷണി മുഴക്കി ഇറാനും US തമ്മിൽ രൂക്ഷമായ വാക്പോര്. പസഫിക് സമുദ്രമേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങിത്തുടങ്ങി. ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ തെറ്റ്സുയ യമഗാമിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. സംഭവത്തിന് ശേഷം 3.5 വർഷം പിന്നിടുമ്പോഴാണ് കേസിൽ വിധി വന്നത്. പൈലറ്റായും ഫ്ലൈറ്റ് അറ്റൻഡന്റായും ആൾമാറാട്ടം നടത്തി 100 കണക്കിന് വിമാനങ്ങളിൽ സൗജന്യ യാത്ര ചെയ്ത കനേഡിയൻ പൗരൻ പിടിയിൽ. 33 വയസ്സുകാരനായ ഡാലസ് പൊക്കോർണിക്കാണ് പനാമയിൽ അറസ്റ്റിലായത്. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് യാത്ര. ഇപ്പോൾ കിട്ടിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ബി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യം തേടിയാണ് മുരാരി ബാബുവിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാജ്യത്തെ എല്ലാ സാമ്പത്തിക വർഷവും വൈദ്യുതി നിരക്ക് തനിയെ പരിഷ്കരിക്കുന്ന സംവിധാനം വരുന്നു. ദേശീയ വൈദ്യുതി നയത്തിന്റെ കരടിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത്. കർണാടകയിലെ രാജരാജേശ്വരി നഗറിലെ വാടക മുറിയിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കേസിൽ യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 100 ന്യൂസിന് സമയം പൂർണ്ണമാവുകയാണ്.